നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴയിലും കാറ്റിലും കിനാനൂർ കരിന്തളം കാട്ടിപ്പോയിലിൽ വീട് പൂർണ്ണമായും തകർന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയും മകളും ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി രണ്ടിടങ്ങളിലായി 2 പേർ പിടിയിൽ. ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനം ജില്ലയിൽ ആചരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബനാന ഫെസ്റ്റ് നടത്തി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുഭദ്രദോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TK മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കനത്ത മഴയിലും കാറ്റിലും കിനാനൂർ കരിന്തളം കാട്ടിപ്പോയിലിൽ വീട് പൂർണ്ണമായും തകർന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയും മകളും ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും കിനാനൂർ കരിന്തളം കാട്ടിപ്പോയിൽ വീട് പൂർണ്ണമായും തകർന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയും മകളും ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പുലർച്ചെ 3 മണിയോടെയാണ് കാട്ടിപ്പോയിലെ KC സുന്ദരന്റെ ഓട് വെച്ച വീട് പൂർണ്ണമായും നിലംപതിച്ചത്. വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്ന സുന്ദരന്റെ ഭാര്യ മിനി, മകൾ ശ്രീനന്ദ എന്നിവരെ ഓടിയെത്തിയ അയൽവാസികളിൽ ഒരാളായ മണി എന്ന രാധാകൃഷ്ണൻ അവശിഷ്ടങ്ങൾക്കിടയിൽ നൂഴ്ന്നുകയറി അതിസാഹസികമായി രക്ഷിക്കുകയായിരുന്നു. സെക്യൂരിറ്റി തൊഴിലാളിയായ സുന്ദരൻ ജോലിസ്ഥലത്തായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി രണ്ടിടങ്ങളിലായി 2 പേർ പിടിയിൽ. ജില്ലയിൽ ലഹരി മരുന്ന് സംഘങ്ങൾക്കെതിരെ പോലീസും ഡാൻസ് ആപ്പും ചേർന്ന് പരിശോധന ശക്തമാക്കി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഉപ്പളയിലും ചിത്താരിയിലുമായി നടത്തിയ പ്രത്യേക പരിശോധനകളിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി 2 പേർ പിടിയിലായി. ഉപ്പളയിൽ നിന്ന് 10 ഗ്രാം ലഹരിമരുന്നും കാഞ്ഞങ്ങാട് ചിത്താരിയിൽ നിന്ന് 3.35 ഗ്രാം MDMAയുമാണ് പോലീസ് പിടിച്ചെടുത്തത്. ഉപ്പള റെയിൽവേ സ്റ്റേഷൻ റോഡിൽ വെച്ച് 10.200 ഗ്രാം MDMAയുമായി ഉപ്പള ഹീറോ കോംപ്ലക്സിന് സമീപത്തെ തങ്ങൾ ഹൌസിൽ താമസിക്കുന്ന സയ്യിദ് ജവഹർ എന്ന ജുനൈദാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ഉപ്പള ഭാഗത്ത് ക്രമസമാധാന പാലനത്തിനായി പട്രോളിംഗ് നടത്തുകയായിരുന്ന മഞ്ചേശ്വരം സബ് ഇൻസ്പെക്ടർ വിഷ്ണു S. നായർ, പ്രൊബേഷൻ SI അർജുൻ അരവിന്ദ്, SCPO സനീഷ്, ഡ്രൈവർ CPO സജീഷ് എന്നിവരടങ്ങുന്ന സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. തുടർന്ന് NDPS ആക്ട് പ്രകാരമുള്ള നിയമ നടപടികൾ പാലിച്ച് ഗസറ്റഡ് ഓഫീസറായ ബദിയടുക്ക പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ദേഹ പരിശോധനയിലാണ് പാന്റിന്റെ പോക്കറ്റിൽ സിഗരറ്റ് കവറിനുള്ളിൽ സിപ്പ് ലോക്ക് പൗച്ചിലാക്കി സൂക്ഷിച്ച നിലയിൽ MDMA കണ്ടെത്തിയത്. പ്രതിയിൽ നിന്ന് iPhone 16,500 രൂപ, വിവിധ തിരിച്ചറിയൽ രേഖകൾ എന്നിവയും പിടിച്ചെടുത്തു. ചിത്താരിയിൽ സംസ്ഥാന പാതയ്ക്ക് സമീപം പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ മാരക ലഹരിമരുന്നായ MDMAയുമായി പോലീസ് പിടികൂടി. ഹോസ്റ്റർ വില്ലേജിലെ ഹദ്ദാദ് നഗറിലെ പാട്ടിലത്ത ഹൌസിൽ അബ്ദുൾ ഹക്കീമാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3.35 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. ചിത്താരിയിലെ പെട്രോൾ പമ്പിന് സമീപം പോലീസ് വാഹനം കണ്ട് പെട്ടെന്ന് മാറിപ്പോകാൻ ശ്രമിച്ച പ്രതിയെ ഹോസ്റ്റർ സബ് ഇൻസ്പെക്ടർ ശരത് PR-ന്റെ നേതൃത്വത്തിലുള്ള പട്രോളിംഗ് സംഘവും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് പ്രതിയുടെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിൽ സിപ്പ് ലോക്ക് കവറിലാക്കിയ MDMA കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കാഞ്ഞങ്ങാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PV ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ബാബു ഉദ്ഘാടനം ചെയ്തു.
ജനകീയ പൊതുപ്രവർത്തനത്തിലൂടെ ലോക ജനതയുടെ തന്നെ അംഗീകാരം നേടിയ നേതാവാണ് ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രേഖ രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ എം കുഞ്ഞികൃഷ്ണൻ, എച്ച് ഭാസ്കരൻ, അഡ്വക്കേറ്റ് ബിജു കൃഷ്ണ, വാർഡ് കൌൺസിലർ ചന്ദ്രൻ മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ സൂര്യപ്രഭ, രതീഷ് ഒഴിഞ്ഞവളപ്പ്, രവീന്ദ്രൻ, റോഷൻ, ഭാസ്കരൻ കെ, രാജു കെ, രാജഗോപാലൻ, നാരായണൻ, റിയാസ് കട്ട്, നിയാസ് ഹോസ്ദുർഗ, എം ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മനോജ് ഉപ്പിലിക്കൈ സ്വാഗതവും സുകുമാരൻ കെ ചേമട്ടവയൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. ബേഡകം തലേക്കുന്നിലെ മുഹമ്മദിയാസ് മരിച്ചത് ശസ്ത്രക്രിയയ്ക്കിടെ ഉണ്ടായ ഹൃദയാഘാതം മൂലമാണെന്നും ശസ്ത്രക്രിയയിൽ പിഴവോ സാങ്കേതിക വീഴ്ചയോ കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ലഭിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉദരരോഗ ശസ്ത്രക്രിയയ്ക്കിടെ ബേഡകം തലേക്കുന്ന് സ്വദേശി അഷ്റഫ് സഖാഫിയുടെ മകൻ മുഹമ്മദ് ഇയാസ് മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോലീസ് സർജൻ അന്വേഷണ സംഘത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഹൃദയാഘാതമാണ് കുട്ടിയുടെ മരണകാരണമെന്ന് പറയുന്നത്. ചികിത്സാ പിഴവ് ആരോപിച്ചതിനാൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇനി രാസപരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ അന്തിമ റിപ്പോർട്ട് പിന്നീട് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷമായിരിക്കും കേസിലെ തുടർ അന്വേഷണവും മറ്റ് നടപടികളും സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുക. ഉദരരോഗത്തെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് ഇയാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ നടന്ന ശസ്ത്രക്രിയയ്ക്കിടെ കുട്ടി മരണപ്പെടുകയായിരുന്നു. ഇയാസിന്റെ മരണത്തിനു പിന്നാലെ ചികിത്സാ അനാസ്ഥയും ശസ്ത്രക്രിയയിലെ പിഴവുമാണ് മരണകാരണമെന്നാരോപിച്ച് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തിയത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ചികിത്സാ അനാസ്ഥ ആരോപിച്ച് യുവജന രാഷ്ട്രീയ സംഘടനകളും നാട്ടുകാരും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവും സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ കാസർഗോഡ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech.
കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബനാന ഫെസ്റ്റ് നടത്തി. വാഴപ്പഴത്തിന്റെ അനന്തത സാധ്യതകൾ പൊതു ഇടങ്ങളിൽ എത്തിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപ്തി ഉണ്ടാക്കുന്നതിനും വനിതാ സംരംഭങ്ങളിലൂടെ മികച്ച ഭക്ഷ്യ സംസ്കരണ മേഖല തുറക്കുന്നതിനും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബനാന ഫെസ്റ്റ് നടത്തിയത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നേന്ത്രവാഴ കൃഷി നടത്തുന്ന കാർഷിക ഗ്രാമമായ മടിക്കൈ ഗ്രാമപഞ്ചായത്തിൽ വാഴപ്പഴത്തിന്റെ വൈവിധ്യമാർന്ന കലവറകൾ ഒരുക്കി മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബനാന ഫെസ്റ്റ് നടത്തി. വാഴപ്പഴത്തിന്റെ അനന്ത സാധ്യതകൾ പൊതുയിടങ്ങളിൽ എത്തിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപ്തി ഉണ്ടാക്കുന്നതിനും വനിതാ സംരംഭങ്ങളിലൂടെ മികച്ച ഭക്ഷ്യ സംസ്കരണ മേഖല തുറക്കുന്നതിനും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് ആദ്യമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബനാന ഫെസ്റ്റ് നടത്തിയത്. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ 263 കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും 850ഓളം അംഗങ്ങൾ പങ്കെടുത്ത് വൈവിധ്യവും പുതുമയുള്ളതുമായ നിരവധി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. വാഴയുടെ വിവിധ ഉൽപ്പന്നങ്ങളായ പഴം മിഠായി, പഴം കിളിക്കൂട്, വാഴക്കൂമ്പ് കട്ട്ലറ്റ്, വാഴക്കാമ്പ് തോരൻ, വാഴപ്പഴ കേക്ക് തുടങ്ങിയ 135 ഇനങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. മേക്കാട് സ്കൂളിൽ നടന്ന ബനാന ഫെസ്റ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. അനുകരണീയമായ മാതൃകകൾ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന ഈ ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ പ്രസ്ഥാനവുമില്ല ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം നേന്ത്രവാഴ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുള്ള ഒരു മേഖലയാണ് ഈ മടിക്കൈ എന്ന് പറയുന്ന പ്രദേശം. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ജ്യോതി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PV പത്മിനി, P കുഞ്ഞികൃഷ്ണൻ, A രാജൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, പഞ്ചായത്ത് സെക്രട്ടറി K ബിജു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് 2025-26 വർഷത്തെ SLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കക്കാട്ട്, കാഞ്ഞിരപ്പൊയിൽ, മടിക്കൈ ഫസ്റ്റ്, മടിക്കൈ സെക്കൻഡ് എന്നീ സ്കൂളുകളെ ആദരിച്ചു. CDS ചെയർപേഴ്സൺ KB സീന സ്വാഗതവും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബാബു അപ്യാൽ നന്ദിയും പറഞ്ഞു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS അംഗങ്ങൾ, ADS അംഗങ്ങൾ, ജില്ലാ മിഷൻ സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കർഷകർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M ജോൺ ഉദ്ഘാടനം ചെയ്യും. 1 കോടി രൂപ ചെലവിൽ പണിത കെട്ടിടത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഓഫീസ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്യും. കേരള ഗ്രന്ഥശാല സംഘം ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച നീലേശ്വരത്തെ വിദ്വാൻ KK നായരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച വിദ്വാൻ KK നായർ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറിയുടെ ഉദ്ഘാടനം സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് നിർവഹിക്കും. ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. നമുക്ക് സന്തോഷകരമായ ഒരു പ്രഖ്യാപനം ഇതിനകം വന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സ്വന്തമായ ആസ്ഥാനം കേരളത്തിലെ ഗ്രന്ഥശാല മേഖലയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായനശാലകൾ ഉള്ളത് ഏതാണ്ട് 500-ലേറെ വായനശാലകൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ആ കാസർഗോഡ് ജില്ലയിൽ സ്വന്തമായി ലൈബ്രറി കൗൺസിൽ കെട്ടിടം ഉണ്ടാകുക എന്നത്
വളരെ സന്തോഷകരമായ കാര്യം. സർക്കാർ ഭൂമി ലീസിനെടുത്ത് 5 സെന്റ് സ്ഥലത്ത് കാഞ്ഞങ്ങാട് 7-ാം വാർഡിൽ മേലാങ്കോട്ട് SC കണ്ണനായർ സ്മാരക സ്കൂളിന് സമീപത്തായി അതിമനോഹരമായ കെട്ടിടം പണി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോവുക. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം നടന്നിരിക്കുന്നത്. ജില്ലയിലെ MLA-മാരായ AKM അഷ്റഫ്, കലക്ടർ മാഹിൻ, കെ നീലകണ്ഠൻ, സന്ദീപ് വാര്യർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുജാത, UP വിമല എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും കാഞ്ഞങ്ങാട് നഗരസഭ ചെയർമാനുമായ VV രമേശൻ, സംഘാടക സമിതി ജനറൽ കൺവീനറും ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയുമായ ഡോക്ടർ P പ്രഭാകരൻ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ PVK പനയാൽ, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P ദിലീപ് കുമാർ, ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന, സെക്രട്ടറി P വേണുഗോപാലൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ AM ഫസ്ലു റഹ്മാൻ, പപ്പൻ കുട്ടമത്ത്, സുനീഷ് കക്കാട്ടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുബ്രതോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TK മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 7 ഉപജില്ലകളിലെ ജേതാക്കളായ സ്കൂൾ ടീമുകളാണ് പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ ആൺകുട്ടികൾ, ജൂനിയർ പെൺകുട്ടികൾ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. ഓരോ വിഭാഗത്തിലും ജില്ലയിൽ നിന്ന് വിജയിക്കുന്ന ടീം ഈ മാസം 23 മുതൽ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കും. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TKM മുഹമ്മദ് റഫീഖ് നിർവഹിച്ചു. ഇവിടെ ഇരുന്ന ഇപ്പോൾ ഉള്ള സന്തോഷ് ട്രോഫി കളിച്ച 2 പ്ലേയേഴ്സ് ഉൾപ്പെടെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായൊക്കെ കളിക്കാരൊക്കെ അവരുടെ പ്രാഥമിക പരീക്ഷണങ്ങൾ നടത്തിയ കളിയാണ് സുബ്രതോ ചാമ്പ്യൻഷിപ്പ് എന്നുള്ളത്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. സബ് ജൂനിയർ ലെവലിലും ജൂനിയർ ലെവലിൽ ഗേൾസ്, അതേപോലെ ജൂനിയർ ബോയ്സ് നാളെ പിന്നെ നല്ല രീതിയിലേക്ക് ഇതിൻ്റെ സംഘാടനം ഉണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് പറയേണ്ട വിഷയമാണ്. സാധാരണ ടെൻറ്റും ഇതൊക്കെ ഉള്ള രീതിയിലേക്ക് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ TR പ്രീതിമോൾ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് ട്രോഫി താരങ്ങളായ T സജിത്, KP രാഹുൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫുട്ബോൾ അസോസിയേഷൻ ട്രഷറർ മുഹമ്മദ് അഷ്റഫ്, ഫുട്ബോൾ പരിശീലകൻ KV ഗോപാലൻ, റവന്യൂ ജില്ലാ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി KV ബിജു, P മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന തൂഫാൻ പദ്ധതിക്ക് ഐക്യദാർഢ്യം. SYS നീലേശ്വരം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഘുലേഖ വിതരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും നടത്തി. നീലേശ്വരം സബ് ഇൻസ്പെക്ടർ രതീഷ് KV ഉദ്ഘാടനം ചെയ്തു. യുവതിയെ സംരക്ഷിക്കാം, ലഹരിമുക്ത കേരളം യാഥാർത്ഥ്യമാക്കുവാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SYS നീലേശ്വരം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നീലേശ്വരം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ലഘുലേഖ വിതരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും നടത്തി. നീലേശ്വരം സബ് ഇൻസ്പെക്ടർ രതീഷ് KV ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സഹകരണങ്ങൾ ഉണ്ടാവാം. പുതിയ കേസുകൾ പിടിക്കുവാനും നമ്മളോട് കൂടെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും മുന്നോട്ട് വന്ന ഈ SYS-നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. പ്രസിഡന്റ് കമാൽ ഹാജി അധ്യക്ഷത വഹിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് SYS ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് ഹാജി നെടുങ്കണ്ട നേതൃത്വം നൽകി. സെക്രട്ടറി മുഹമ്മദ് അലി മൗലവി സ്വാഗതം പറഞ്ഞു. നീലേശ്വരം പോലീസ് സ്റ്റേഷൻ ഡ്യൂട്ടി ഓഫീസർ ദിലീഷ് കുമാർ, യൂനസ് ഹസനി, ഫുവാദ് ഹാജി ഓർച്ച, അഹമ്മദ് ഹാജി കടിഞ്ഞിമൂല, ഗഫൂർ ഹാജി ഓർച്ച, സുബൈർ ഹാജി നീലേശ്വരം, ഹൈദർ ചിറപ്പുറം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഫുട്ബോൾ ലഹരിയിൽ വേറിട്ട ശുചിത്വ ബോധവൽക്കരണ പരിപാടി കിക്ക് ടു കീപ് ഇറ്റ് ഗ്രീൻ ഗോൾ ചലഞ്ചുമായി ജില്ലാ ശുചിത്വ മിഷൻ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും പുതിയ ഖരമാലിന്യ സംസ്കരണ ചട്ടങ്ങളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനായി ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നല്ല 4 വർത്തമാനം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കിക്ക് ടു കീപ് ഇറ്റ് ഗോൾ ചാലഞ്ച് പരിപാടി ജില്ലയിലെ വിവിധ കോളേജുകളിൽ ആവേശത്തിന്റെ ഗോൾ മഴ പെയ്യിച്ചു.
ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NCC NSS യൂണിറ്റുകളുടെ സഹകരണത്തോടെ ശുചിത്വ ബോധവൽക്കരണ പരിപാടി കിക്ക് ടു കീപ് ഇറ്റ് ഗ്രീൻ ഗോൾഡ് ചാലഞ്ച് നെഹ്റു കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നോത്തരിയിൽ ശരിയുത്തരം പറയുന്ന വിദ്യാർത്ഥികൾക്ക് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന മാലിന്യങ്ങളുടെ പേരുകൾക്ക് അനുസരിച്ച് മാലിന്യ ശേഖരണ ബിന്നുകളുടെ നിറത്തിൽ തയ്യാറാക്കിയ ഗോൾ പോസ്റ്റുകളിലേക്ക് ഗോളടിച്ചു കയറ്റുക എന്ന നൂതന ബോധവൽക്കരണ പരിപാടിയാണ് ലോകകപ്പ് ആവേശത്തിമിർപ്പിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയും നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചേർന്നാണ് ഇന്ന് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ നമ്മളെല്ലാവരും വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ആകാംക്ഷയോടുകൂടി വരവേൽക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ആരവത്തിനിടയിലും പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിൽ പങ്കാളികളാവുക എന്നതാണ് ഇത്തരമൊരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാലിന്യമുക്തമായ ഒരു നാട്. മാലിന്യം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ ഉണ്ടാക്കുന്ന മാലിന്യങ്ങളെ ഉറവിടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കേണ്ടത്. മികച്ച ക്യാമ്പസ്, മാലിന്യമുക്തമായ ഹരിതാപമായ ക്യാമ്പസ്, പൊതു ഇടങ്ങളെല്ലാം വൃത്തിയുള്ളത്. വൃത്തികേടായാൽ രോഗം വരും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കില്ല. പ്രിൻസിപ്പൽ ഡോക്ടർ PV റീജ അധ്യക്ഷത വഹിച്ചു. NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ജ്ഞാനേശ്വരി, A സുമലത, കാഞ്ഞങ്ങാട് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ PP ബൈജു, IEC ഇന്റേണൽ MP ആദിത്യ, നഗരസഭ YP ഉണ്ണിമായ, ശുചിത്വ മിഷൻ ജില്ലാ റിസോഴ്സ് പേഴ്സൺ CPV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ KV രഞ്ജിത്ത് പരിപാടി വിശദീകരിച്ചു. VK ജോഷ്ന അവതാരികയായി. ജില്ലാ എൻഫോഴ്സ്മെന്റ് ലീഡർ VK മുഹമ്മദ് മദനി സ്വാഗതവും ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K ജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ
30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. രാമകൃഷ്ണൻ കൊത്തിക്കാലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. കോട്ടച്ചേരി കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ക്ഷേത്ര മേൽശാന്തി നാരായണൻ പണ്ടാരത്തായർ ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. രാമകൃഷ്ണൻ കൊത്തിക്കാലിന്റെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപനീന്ദുകുലാന്വയരത്നദീപം ആജാനുഭാഗം അരവിന്ദദളായദാക്ഷം. ജനറൽ സെക്രട്ടറി PB പ്രകാശൻ കാര്യപരിപാടികൾ വിശദീകരിച്ചു. വളരെ ശ്രേഷ്ഠതയാർന്ന ഒരു ദിവസമാണ് കർക്കിടക മാസാരംഭം അല്ലെങ്കിൽ രാമായണ മാസാരംഭം. കുന്നുമ്മൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിവ് പോലുള്ള രാമായണ പാരായണം ഇന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് P. അശോകൻ മേലാങ്കോട്ട്, വൈസ് പ്രസിഡന്റുമാരായ എഞ്ചിനീയർ ശരത് കുമാർ കടവത്ത്, M. ബാലകൃഷ്ണൻ, ഗജാൻജി, B. രാമകൃഷ്ണൻ, ഗുരുസ്വാമി രാഘവൻ പനക്കോൽ, സുരേഷ് പടിഞ്ഞാറേക്കര, ശ്രീജിത്ത് കടവത്ത്, V. രാധാകൃഷ്ണൻ, സുനിൽകുമാർ, ഷാജി, വത്സലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് മഹാകവി P. സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. 2025-26 അധ്യയന വർഷത്തിൽ SLC, VHSC, CM കിഡ്സ് സ്കോളർഷിപ്പ്, USS, LSS മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് പുലർത്തിയ വിദ്യാർത്ഥികൾ എന്നിവർക്കുള്ള അനുമോദനത്തിന്റെ ഭാഗമായി വിക്ടേഴ്സ് 2026 വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന വിജയോത്സവം അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള പരീക്ഷകൾ വിജയിക്കേണ്ടി വരും. അങ്ങനെ വിവിധ പരീക്ഷകൾ വിജയിച്ച് വലിയ ആളുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും നല്ല വിജയം നേടാൻ വേണ്ടി കഴിയണം. അങ്ങനെ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയണമെങ്കിൽ പാഠപുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ മാത്രം മതിയാകില്ല. പാഠപുസ്തകത്തിലൂടെ പഠിച്ച അറിവ് ഒരു പ്രവേശന കവാടം മാത്രമാണ്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചോദിക്കാൻ തയ്യാറാണ്. അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും തയ്യാറാകുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി കഴിയുന്നത്. ആ നിലയിൽ ഇവിടെ അനുമോദിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയട്ടെ എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വിദ്യാർത്ഥികൾ ചോദ്യം ഉയർത്താൻ കഴിവുള്ളവരായി മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേവലം ക്ലാസ് മുറികളിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾക്കപ്പുറം ലോകവും കാണാൻ കെൽപ്പുള്ളവരായി പുതുതലമുറ മാറണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ K. സബീഷ് മുഖ്യാതിഥിയായി. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K. ബിന്ദു, അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, വാർഡ് മെമ്പർ K. ശ്രീവിദ്യ, PTA പ്രസിഡന്റ് KV വിദ്യാധരൻ, മദർ PTA പ്രസിഡന്റ് സനീജ അജയൻ, SMC വൈസ് ചെയർമാൻ V. ഗിനീഷ്, PTA വൈസ് പ്രസിഡന്റ് K. സുജിത്, മദർ PTA വൈസ് പ്രസിഡന്റ് സുബിന, സീനിയർ അസിസ്റ്റന്റ് K. അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി V. സുരേഷൻ,
SRG കൺവീനർമാരായ M. മുനീർ, KV സിനിമോൾ, M. രാകേഷ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ P. അശോകൻ സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് P. ഹേമമാലിനി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്റ്റർ ശ്രീ രാജേശ്വരി മഠത്തിൽ വെള്ളിയാഴ്ച വിശേഷാൽ പൂജ നടന്നു. നൃത്ത അരങ്ങേറ്റവും ശ്രദ്ധേയമായി. കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീ സങ്കല്പമുള്ള ഹോസ്റ്റർ രാജേശ്വരി മഠത്തിൽ വിശേഷാൽ പൂജ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമന്റെ നേതൃത്വത്തിലാണ് വിശേഷാൽ പൂജയുടെ ഭാഗമായി വിവിധ പൂജാതി കർമ്മങ്ങൾ നടന്നത്. പൂജയോടനുബന്ധിച്ച് ധനേഷ് കൃഷ്ണൻ, സ്വാതി ധനേഷ് ദമ്പതികളുടെ മകളായ അനേക ധനേഷ് അവതരിപ്പിച്ച നൃത്താർച്ചനയും നടന്നു. ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘ 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ബ്രഹ്മശ്രീ നാരായണ ഗുരു മന്ദിറിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ക്ഷണക്കത്ത് പ്രകാശനം ചെയ്തു. കാസർഗോഡ് കറന്തക്കാട് ബില്ലവ സേവാ സംഘം 172ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ബ്രഹ്മശ്രീ നാരായണ ഗുരു മന്ദിറിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. ആഘോഷ പരിപാടിയുടെ ഭാഗമായി ക്ഷണക്കത്ത് പ്രകാശനം ചെയ്തു. ബില്ലവ സേവാ സംഘം പ്രസിഡന്റ് രഘു കെ മീപ്പുകുരി, മുനിസിപ്പൽ കൗൺസിൽ അംഗം ഹരീഷ് KRന് ക്ഷണക്കത്ത് കൈമാറി. ജനറൽ സെക്രട്ടറി ഹരികാന്ത്, കാസർഗോഡ് ട്രഷറർ ഷമ്മി കുമാർ, കമലാക്ഷ സൂർലു, മൈന്ദപ്പ, രവി പൂജാരി, രോഹിണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴയിലും കാറ്റിലും കിനാനൂർ കരിന്തളം കാട്ടിപ്പോയിലിൽ വീട് പൂർണ്ണമായും തകർന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന അമ്മയും മകളും ചെറിയ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാസർഗോഡ് ജില്ലയിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് പരിശോധന ശക്തം. MDMAയുമായി 2 2 പേർ പിടിയിൽ. ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനം ജില്ലയിൽ ആചരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ബനാന ഫെസ്റ്റ് നടത്തി. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജൂലൈ 20 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ സുഭദ്രദോ മുഖർജി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തുടങ്ങി. തൃക്കരിപ്പൂർ നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഡെപ്യൂട്ടി സെക്രട്ടറി TK മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ വിവിധ തീരപ്രദേശങ്ങളിൽ മത്തികൾ കൂട്ടത്തോടെ കരയ്ക്കടിഞ്ഞു. വലിയപറമ്പ് പഞ്ചായത്തിലെ പടന്ന കന്നവീട് കടപ്പുറത്തെ ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.